നല്ല എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ്, നല്ല ഹെൽത്തിയുമാണ്. എന്താ മനസ്സിലായോ? ചീരത്തണ്ടാണ്. നമ്മൾ സാധാരണ ചീര ഉപ്പേരിയോ കൂട്ടാനൊക്കെ വയ്ക്കുമ്പോൾ മിക്കവാറും എല്ലാവരും ചെയ്യുക എന്താ വെച്ചാൽ അതിൻ്റെ തണ്ടൊക്കെ മാറ്റും. എന്താ വെച്ചാൽ അതിങ്ങനെ ഒരു കടിക്കും, അത് കാരണം വലിയൊരു താല്പര്യം ഇല്ലായിരിക്കും. അപ്പോൾ തണ്ട് മാറ്റിയിട്ടാണ് നമ്മൾ കൂട്ടാൻ ഉപ്പേരിയൊക്കെ വയ്ക്കുക. അങ്ങനെ ആദ്യം ഇതൊന്ന് നുറുക്കി ഉണ്ടാക്കണം. അപ്പോൾ എന്താ വെച്ചാൽ നുറുക്കുമ്പോൾ നമ്മൾ വല്ലാതെ അതിനെ ഉപദ്രവിക്കേണ്ട. ഇനി നടുവീരൊന്നും വേണ്ട. ഒരു എന്താ പറയുക, കൂട്ടാന്ന് പറയാൻ പറ്റില്ല കേട്ടോ ഇതിനെ. കൂട്ടാനും അല്ല ഉപ്പേരിയല്ല, അങ്ങനെ നമ്മൾ അവിയൽ അങ്ങനെ പറയാം അല്ലേ, പേരിടാം. ചീര തണ്ട് അവിയൽ എന്നൊക്കെ പേരിടാം. ഈ ഒരു വലുപ്പത്തിൽ നുറുക്കി ഉണ്ടാക്കാം. അപ്പം വല്ലാണ്ട് കട്ടിയുള്ള ഇപ്പോൾ അതൊക്കെ ഇത്തിരി തടി കൂടിയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് നടുകീറി നോക്കാം. അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഇത് നമ്മൾ അടുപ്പത്തിടുമ്പോൾ നല്ല ശ്രദ്ധിക്കണം, പെട്ടെന്ന് വേവും. കഴുകാണ് കേട്ടോ. 4-5 അല്ലി വെളുത്തുള്ളി, ചെറിയ ഉള്ളി അതിൻ്റെ വേണം, പച്ചമുളക് നമ്മളിതിൽ ഇങ്ങനെ അരിഞ്ഞിടുക. ഒന്ന് ചതച്ചെടുക്കുക വേണ്ടു. ലേശം ജീരകം, നമ്മൾ നേരത്തെ ഒരു 4-5 അല്ലി ഉള്ളി വെളുത്തുള്ളി. അപ്പോൾ ചെറിയ മുറിയാണ്, അതുകൊണ്ട് 2 മുറിയുണ്ട്. വലിയ മുറിയാണ് 1 മുറി കേട്ടോ. വെളിച്ചെണ്ണയിലാണ് നമ്മളിതൊന്ന് വാട്ടിയെടുക്കണം കേട്ടോ. ഇലക്കറി പോലുള്ള സാധനങ്ങൾ വെക്കുമ്പോൾ എപ്പോഴും നിർബന്ധമായിട്ടും ഇടേണ്ട സാധനമാണ് മഞ്ഞൾപ്പൊടി. ഉപ്പ് പാകത്തിന് ചേർക്കണം. ഒന്ന് അടച്ചു വയ്ക്കാൻ ശ്രദ്ധിക്കണം. അത് വെന്തോ നോക്കാം. ഓൾമോസ്റ്റ് വെന്തു കിട്ടും, അത്ര മതി. ഇതാണ് നമ്മുടെ അരപ്പ്, അതിൽ കൂട്ടുക. അത്രേ ഉള്ളൂ, പണി കഴിഞ്ഞു. കണ്ട ഒരു അവിയൽ ചായ അത്രേ പറയാൻ പറ്റുള്ളൂ. നമ്മുടെ കറി റെഡിയായി. ചെറിയ തള വന്ന് നാളികേരം ചേർത്തിട്ട് ഫുൾ വീഡിയോ ചാനലിലുണ്ട്, ഞാൻ ലിങ്കും കൊടുക്കാം. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.